ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന ഇതിനെതിരെ പ്രതികരിക്കാൻ പിന്നെ അവരുടെ അഭിനയത്തിനെ പറ്റി നമ്മൾ പ്രത്യേകിച്ച് പറയുന്നത് കോമഡി ആയാലും കുശുമ്പായാലും വില്ലത്തിയായിട്ടായാലും എന്തും കരയിപ്പിക്കാനായാലും എല്ലാം ഒരു ഭംഗിയായിട്ട് ചെയ്യും. ഇപ്പോൾ എടുത്ത് പറയത്തൊക്കെ ഉള്ള ഒരു ഇതില്ല സിനിമയ്ക്ക്. ആക്ച്വലി ഒരു പൊളിറ്റിക്സ് ബേസ് ചെയ്തിട്ട് നേരത്തെ ഇങ്ങനത്തെ ഒരു അതുകൊണ്ട് അവരെ കുറിച്ചൊരു തെറ്റായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. ഉർവശിയെ കുറിച്ചിട്ട് മൂവി ഓക്കെയാണ്. ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന ഇതിനെതിരെ പ്രതികരിക്കാൻ ഒരു എന്താ പറയുക മിനിമം എഡ്യൂക്കേഷനുള്ള ഒരു ലേഡി പ്രതികരിച്ച ഒരു രീതി ഓക്കെയാണ്. ഉർവശിയുടെ ലാസ്റ്റിൽ വരുമ്പോൾ ഓക്കെയാണ്. ഒന്ന് ലാസ്റ്റ് എൻഡിങ് വന്നപ്പോൾ മാത്രം ഒന്ന് അങ്ങനെയല്ല, കുറച്ചുകൂടി ഒന്ന് പ്രതീക്ഷിച്ചു. മീൻസ് അങ്ങനെ പെട്ടെന്ന് നിന്ന് പോയോ എന്നൊരു തോന്നൽ വന്നു പോയി. ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇഷ്ടപ്പെടും, കുഴപ്പമില്ല, സാധാരണക്കാർ ഇഷ്ടപ്പെടും. മെസ്സേജ് ആയിട്ട് അങ്ങനെ ഫീൽ ചെയ്തില്ല. എങ്കിൽ കൂടി കണ്ടിരിക്കാനും ഒക്കെയാണ്, എൻ്റർടൈൻമെൻറ്റും ഒക്കെയാണ്. ഉർവശി ബെസ്റ്റ്. കോമഡി പറയുവാണെങ്കിൽ പഴയ നമ്മുടെ ഉർവശി എവിടേക്കോ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇതിൽ കുഴപ്പമില്ലായിരുന്നു പിക്ചർ. സാധാരണ ഇപ്പോൾ നടക്കുന്നൊരു സ്റ്റോറി തന്നെയാണ്. എല്ലാ പഞ്ചായത്തുകളിലും നടക്കുന്ന പല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാച്ചുറലി നടക്കുന്നൊരു കേസ് തന്നെയാണ്. മെസ്സേജ് തന്നെ, ഇതൊരു മെസ്സേജ് തന്നെയാണ്. ഞങ്ങൾ എപ്പോഴും ഇവിടെ വന്നിരിക്കുന്നത്, ഞങ്ങൾ ഒരുപാട് നേരം 10:30 10:30 ഒക്കെ ആയപ്പോഴത്തേക്ക് വന്നിരുന്നു. പക്ഷെ ആൾക്കാരൊക്കെ കൂടുതലൊരു അഡ്വർടൈസ്മെൻ്റ് ഇല്ല. കുറച്ച് ഓടുമ്പോഴത്തേക്ക് കാണും. കാരണം അതൊരു ഒരു വെറൈറ്റി സ്റ്റോറിയും ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ ഒന്ന് ചിരിച്ചു, ഒരു സാഡ്നെസ് വന്നു, പിന്നെ ഒന്നുകൂടെ ചിരിച്ചു, പിന്നെ ഒരു തമാശ. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട് ഉർവശി ഓക്കെ. കോമഡി മാത്രമല്ല, പക്ഷേ ഇതിനകത്ത് ട്രാജഡിയും കോമഡിയും രണ്ടും വരും. അതുകൊണ്ട് അവരെക്കുറിച്ചൊരു തെറ്റായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. ഉർവശിയെ കുറിച്ചിട്ട് ബെസ്റ്റ്. ജഗദമ്മ ഒരു എൻ്റർടൈനറാണ്. ചിരിപ്പിക്കാനൊക്കെ നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുന്ന സിനിമയാണ്. ഉർവശിയുടെ ഒരു നമ്മൾ വൺ മാൻ ഷോ എന്നൊക്കെ പറയുന്ന പോലെ ഉർവശിയുടെ ഒറ്റയ്ക്കുള്ള പുള്ളി അവരുടെ ആ കഥാപാത്രം എടുത്ത് തോളിൽ വെച്ചിട്ട് അവർ ആ സിനിമ അങ്ങ് ലീഡ് ചെയ്തുകൊണ്ട് പോയത്. പിന്നെ അവരുടെ അഭിനയത്തിനെ പറ്റി നമ്മൾ പ്രത്യേകിച്ച് പറയുന്നത് കോമഡി ആയാലും കുശുമ്പായാലും വില്ലത്തിയായിട്ടായാലും എന്തും കരയിപ്പിക്കാനായാലും എല്ലാം ഒരു ഭംഗിയായിട്ട് ചെയ്യും. വളരെ നല്ലൊരു മൂവിയാണ്. പിന്നെ ഒരു എന്താ പറയുക, നമ്മുടെ സുരാജൊക്കെ കളിയാക്കുന്ന ഒരു തനി കൊളോക്കിയൽ തിരുവനന്തപുരം ലാംഗ്വേജ് ആണെങ്കിൽ ഫുള്ള് കഥാപാത്രങ്ങൾ മുഴുവനും പറഞ്ഞേക്കുന്നത്. അപ്പം പിന്നെ അതിലെ ചുറ്റുമുള്ള കഥാപാത്രങ്ങൾ അതൊക്കെ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ നമ്മൾ സ്ഥിരം കണ്ടുമുട്ടുന്ന, ശരിക്കും ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന പോലുള്ള ആൾക്കാരെയാണ് ഇതിലെ പല കഥാപാത്രങ്ങളെയും നമുക്ക് തോന്നുന്നത്. അത്രയ്ക്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും വളരെ സ്വാഭാവികമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു കുഴപ്പമില്ല, നമുക്ക് ഫാമിലി ആയിട്ട് വന്നിരുന്ന് ധൈര്യമായിട്ട് കാണാം. അങ്ങനത്തെ ഒരു ബോറിംഗ് ആയിട്ടുള്ള അങ്ങനത്തെ രംഗങ്ങളൊന്നുമില്ല. നല്ലൊരു മൂവിയാണ്. കൂടുതലായിട്ടും ഇതൊരു ചെറിയ സിനിമയാണ്. അപ്പോൾ അതിനിപ്പോൾ ഇറക്കാൻ പറ്റിയ ഏത് സമയത്ത് തന്നെ നമ്മൾ കുടുംബമായിട്ട് വന്നിരുന്ന് കാണാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ തമാശ ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് വന്ന് കാണാൻ പറ്റുന്ന സിനിമയാണ്. പിന്നെ ഉർവശിയാണ് സിനിമ നിർമ്മിച്ചേക്കുന്നത്. അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ നന്നായിട്ട് കഥാപാത്രം സെലക്ട് ചെയ്യാൻ നല്ല കഴിവുള്ള അതാണ്. പിന്നെ നമുക്കൊരു റിസംബ്ലൻസ് തോന്നുന്നത് നമ്മുടെ സകുടുംബം ശ്യാമള എന്ന് പറയുന്ന അവരുടെ തന്നെ ആ സിനിമയിലെ ആ ഒരു അതുമായിട്ടൊക്കെ ഒരു ചെറിയ സാമ്യത തോന്നും, രാഷ്ട്രീയം ആയതുകൊണ്ട്. പിന്നെ നമ്മുടെ വെള്ളിമൂങ്ങ സിനിമയിലെ രാഷ്ട്രീയത്തിലെ കുറേ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും അതൊക്കെ. പിന്നെ ഒരു സാമൂഹ്യ വിമർശനമാണ്. പല പാർട്ടികളും, എല്ലാ പാർട്ടികളെയും നല്ല നിശ്ചിതമായിട്ട് ഈ സിനിമയിൽ വിമർശിച്ചിട്ടുണ്ട്. അവരുടെ പല പല കളികളും പിന്നെ നമ്മുടെ പരിപാടികളും ഇതെല്ലാം സോഷ്യൽ ഇഷ്യൂ തന്നെയാണ് അതിൽ റൈസ് ചെയ്തേക്കുന്നത്. നല്ലൊരു മൂവിയാണ്. നമുക്ക് ധൈര്യമായിട്ട് പെട്ടെന്ന്, പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ് വളരെ വേഗത്തിൽ കഴിഞ്ഞു പോയത് പോലെ തോന്നും. പിന്നെ അതിൽ നോബി, എനിക്കൊന്ന് ഉർവശിയുടെ ഹസ്ബൻഡ് ഇതിൽ ഒരു കുടിയൻ വേഷത്തിൽ അഭിനയിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയാണ് ഡയറക്ഷൻ. ഉർവശിയുടെ ഹസ്ബൻഡാണ് ഇതിൻ്റെ സംവിധാനം. പുള്ളിക്ക് വേണമെങ്കിൽ ധൈര്യമായിട്ട് ഇനിയും സിനിമകൾ ഡയറക്റ്റ് ചെയ്യാം. കാരണം ഒരു പുതിയൊരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സിനിമ കാണുമ്പോൾ ഒരിക്കലും തോന്നില്ല. നല്ലൊരു മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ജഗദമ്മ, ഞാൻ ഉർവശി എന്ന് പറഞ്ഞ ആക്ടറിനെ കാണാൻ വേണ്ടി മാത്രമാണ് സിനിമയ്ക്ക് വന്നത്. പ്രൊഡക്ഷൻ വാല്യൂ വളരെ കുറവുള്ളൊരു സിനിമ. ഇപ്പോൾ എടുത്ത് പറയത്തൊക്കെ ഉള്ള ഇതില്ല സിനിമയ്ക്ക്. ആക്ച്വലി ഒരു പൊളിറ്റിക്സ് ബേസ് ചെയ്തിട്ട് നേരത്തെ ഇങ്ങനത്തെ ഒരു സകുടുംബം ശ്യാമള എന്ന് പറയുന്ന മൂവി പണ്ട് എനിക്കൊന്നൊരു 10-15 ഇയേഴ്സ് ബാക്ക് വന്നൊരു സിനിമയുടെ ഓർമ്മയുണ്ടായിരുന്നു. അതേ റൂട്ടിൽ പോയത്. പക്ഷേ ദാറ്റ് വാസ് എ ഹ്യൂജ് ഹിറ്റ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് നല്ലൊരു സിനിമയായിരുന്നു. അപ്പോൾ അതേ റൂട്ടിൽ പോകുന്നൊരു നോർമൽ ഹൗസ് ഹോൾഡിൽ നിന്ന് വരുന്നൊരു സ്ത്രീ എങ്ങനെ പൊളിറ്റിക്സിൽ കയറുന്നു, അവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി ബെറ്ററായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ എന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരു എടുത്ത് പറയുന്ന ഈ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഒരു ക്രൈസിസോ അല്ലെങ്കിൽ ഒരേ ടോൺ മൊണോട്ടണസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ. ഞാൻ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ വാല്യൂ വളരെ കുറവാണ്. ഉർവശി എന്ന് പറഞ്ഞൊരു ആക്ടറിനെ കാണാൻ വേണ്ടി മാത്രം വന്ന് കണ്ടൊരു സിനിമ. ഇല്ല, ഇത് നമ്മൾ തുടരും എന്ന് പറഞ്ഞൊരു ജോണർ, അത് മോഹൻലാൽ മൂവിയും ഇതും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതിന് ഏത് കാലഘട്ടത്തിൽ വന്നാലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അതിനൊപ്പം നിൽക്കുന്ന ഒരു സിനിമ, ഫോർ എക്സാമ്പിൾ സകുടുംബം ശ്യാമള തുടരും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു പ്രൊഡക്ഷൻ വാല്യൂ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു
ആ ഫാമിലി കൂടുതൽ വന്ന് കാണുമായിരുന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ അകത്തൊരു കണ്ടൻറ്റ് ഉണ്ട്, ഇച്ചിരി കൂടെ ഒരു കോമഡി എലിമെൻറ്റ് ഉണ്ട്. ഇപ്പോഴും ആ സിനിമ തുടരത്തിൻ്റെ കൂടെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ വെച്ചാൽ ഇപ്പോഴത്തെ പുതിയൊരു രീതിയിൽ അതേ ഒരു കണ്ടൻറ്റ് വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഈ സിനിമ ഇറ്റ്സ് ടു സ്മോൾ എ മൂവി ടു ബി കമ്പയർഡ് ടു തുടരും. ജോണറും കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. അതൊരു ത്രില്ലർ ആക്ഷൻ, ഇതൊരു പ്യുവർ ഒരു ഡ്രാമ ഫാമിലി. ഉർവശി മാത്രമേ ഉള്ളൂ ഈ സിനിമ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. മാത്രമല്ല അങ്ങ് എടുത്ത് പറയത്തക്കുള്ള വേറൊന്നുമില്ല. ഞാൻ പിന്നെയും പറഞ്ഞ പോലെ വളരെ കുറവ് പ്രൊഡക്ഷൻ വാല്യൂ ഉള്ള സിനിമ.